Hi students, in the previous class we discussed about photoelectric effect. Photoelectric effect പഠിച്ചു, അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ പഠിച്ചു, അതിൻ്റെ കൂടെയുള്ള ലോസും പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഗ്രാഫ് എക്സ്പ്ലനേഷൻ മാത്രമേ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ്ലി വി ക്യാൻ കം ടു ദ ലാസ്റ്റ് ഗ്രാഫ്. അത് ഞാനൊന്ന് വലുതാക്കാം. ഓക്കെ, അപ്പം ഓക്കെ, ദിസ് ഇസ് ദാറ്റ് വൺ. അതിൽ ഫസ്റ്റ് ലോ നമുക്ക് എന്താണെന്നറിയാം. എന്താ? ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിൽ ടേക്സ് പ്ലേസ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് മോർ ദാൻ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് ടു മെറ്റൽസ് ദർ, മെറ്റൽ എ ആൻഡ് മെറ്റൽ ബി. അപ്പോൾ അവിടെ തന്നെ ഫ്രീക്വൻസി സീറോയിൽ നിന്ന് ഞാൻ കൂട്ടി വരികയാണ്. അപ്പോൾ കൂട്ടി വന്നിട്ട് അതെന്താ സംഭവിക്കുന്നത്? ആ ഫ്രീക്വൻസി ന്യൂ സീറോ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആകുന്നതിന് ശേഷം മാത്രമേ മെറ്റൽ എയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, സിമിലർലി ഐ ആം ഗോയിങ് ടു ടേക്ക് ആൻ അനദർ മെറ്റൽ ബി. അപ്പോൾ മെറ്റൽ ബിയുടെ കേസിലും ആദ്യം ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒന്നും നടക്കുന്നില്ല. പിന്നെ അത് മ്യൂ സീറോ പ്രൈം എന്ന് പറയുന്ന ഫ്രീക്വൻസി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നു. ആൻഡ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മ്യൂ സീറോ പ്രൈം, ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദെൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് മെറ്റൽ ബി the threshold frequency is mu zero prime, and in the case of metal A the threshold frequency is mu zero, isn't it? And if the frequency is more than mu zero, then only photoelectric emission will take place in the case of metal A, and if the frequency is greater than mu zero prime, then only the emission will take place in the case of metal B. പക്ഷേ ഈ ന്യൂ സീറോ പ്രൈമും വ്യത്യസ്തമാണ്. ഓരോ മെറ്റലിനും ഓരോന്നായിരിക്കും ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഡിപ്പെൻഡൻസും അതിൻ്റെ മെറ്റൽ എങ്ങനെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുമായി ഓരോ മെറ്റലിൻ്റെയും ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ദെൻ വി ആർ ഗോയിങ് ടു ദ അനദർ ഗ്രാഫ്. ദിസ് ഗ്രാഫ് എന്താ സംഭവിക്കുന്നത്? ഹിയർ ഇറ്റ് ഈസ് എ ഗ്രാഫ് കണക്റ്റിംഗ് ഫോട്ടോ കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഫോട്ടോ കറണ്ടും പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദാറ്റ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്. ഇതിൽ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലിനെ ഞാനിവിടെ V0 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, യാ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഹിയർ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫോട്ടോ കറണ്ടിനെ I എന്നാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഇൻ Y ആക്സിസ്, ആൻഡ് വോൾട്ടേജ് ഈസ് റെപ്രസെൻറ്റിങ് ആസ് V, ദാറ്റ് ഈസ് ഇൻ X ആക്സിസ്. ആൻഡ് ദർ മൂന്ന് ഗ്രാഫ് അവിടെ കാണുന്നുണ്ട്, I1, I2, I3. ഇത് ഓരോന്നും എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനാണ്. I1 എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്, അതിനേക്കാൾ കൂടുതലാണ് I2 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി, അതിനേക്കാൾ കൂടുതലാണ് I3 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി. അപ്പോൾ ആ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാത്രം നമുക്ക് നോക്കാം. അതിൻ്റെ ഒറിജിൻ്റെ അല്ലെങ്കിൽ Y ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് അവിടെ നിൽക്കട്ടെ, അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയും? ഏറ്റവും കൂടുതൽ കറണ്ട് ഏത് ഇതിനാണുള്ളത്? I3 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിക്കാണുള്ളത്, അല്ലേ? അതിന് ശേഷം അതിനേക്കാൾ കുറവാണ് current for the intensity I2, and the current photo current is very much low for the intensity I1. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഫോട്ടോ കറണ്ട് കൂടും. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത് മൂന്നാമത്തെ ലോയോ എങ്ങാണ്ടായിട്ടാണെന്ന് തോന്നുന്നു. അതാണ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഓർ ഈസ് ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമ്പോൾ കൂടും? ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ കൂടുമ്പോൾ കൂടും. അപ്പോൾ അതാണ് നമുക്ക് ആ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകാമെന്ന് വെച്ചാൽ എന്താ? ഞാൻ ഈ ഗ്രാഫിൽ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ച് ഗ്രാഫിലേക്ക് കൊണ്ടുവരാം. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ഇപ്പം നമ്മൾ കൊടുത്തതിൻ്റെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിങ് ആയിട്ടാണ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ ആ Y ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യം നമുക്ക് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ നാലാമത്തെ ഇതായിട്ട് പറഞ്ഞിരുന്നു കൈനറ്റിക് എനർജിയെ പറ്റി, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയെ പറ്റി അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്ന്. അതിനെപ്പറ്റി ഇപ്പോൾ പറയുകയാണ്. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോൺ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ആ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്തായിരിക്കും? 12 mv² ആയിരിക്കും. ഈ കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതെന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയായിരിക്കും? ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ വരുന്നു, ഒരു കൈനറ്റിക് എനർജി ആയിട്ട് ഇലക്ട്രോൺ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പറയുന്നു, ഇവിടെ കൊടുത്തതിൻ്റെ നേരെ തല തിരിച്ചിട്ടുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഈ എക്സ്പെരിമെൻറ്റിൽ ഉള്ളത് എവിടെയാണോ അതിന് ഓപ്പോസിങ് ആയിട്ട്, അതായത് റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രോഡിന് ഞാൻ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്.
ഇപ്പോൾ ഇലക്ട്രോൺ എം എന്ന് പറയുന്ന മാസിൽ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ, അതായത് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയിൽ വരുന്നു. അപ്പോൾ അത് വരുമ്പോൾ അത് റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രോഡിലുള്ളത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. യു നോ ദ ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജ്, ആൻഡ് വെൻ ദിസ് ഇലക്ട്രോൺ ഈസ് അപ്രോച്ചിങ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ദിസ് ഇലക്ട്രോൺ വിൽ ഗെറ്റ് റിപ്പൽഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഒരു റിപ്പൽഷൻ അല്ലെങ്കിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് നിൽക്കട്ടെ, ഒരു കാര്യമൊന്നും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പോവാം. അതായത് ഒരു കുട്ടി ഒരു സൈക്കിൾ വരികയാണ്, ഒരു കുഞ്ഞുകുട്ടി എന്ന് വെച്ചാൽ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന ഒരു 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, 4 ചക്രമുള്ള ഒരു സൈക്കിൾ വരികയാണ്. അപ്പോൾ ഈ സൈക്കിളിൽ വരുന്ന കുട്ടി ഒരു ചെറിയ സ്പീഡിൽ വരികയാണെങ്കിൽ ആ കുട്ടിയെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും. കാരണം എന്താ? കുട്ടിയുടെ കൈനറ്റിക് എനർജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒപ്പോസിങ് എനർജി കൊടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഇതിന് പകരം അത്യാവശ്യം വലുപ്പമുള്ള ഒരാൾ ഒരു ബുള്ളറ്റിൽ അത്യാവശ്യം ഒരു 60 km/h സ്പീഡിൽ വരികയാണെങ്കിൽ അയാളെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാകും. കാരണം അത്രയും കൈനറ്റിക് എനർജിയെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന എനർജി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അതവിടെ സംഭവിക്കുന്നത്. അതുപോലെ ഇവിടെ അതേ കേസ് തന്നെയായിരിക്കും സംഭവിക്കുക. എന്താ? നമ്മൾ കൊടുക്കുന്ന ഒപ്പോസിങ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമുക്കതിനെ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്പോസിങ് പൊട്ടൻഷ്യൽ എന്നുണ്ട്. ഈ കൊടുക്കുന്ന ഒപ്പോസിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ, ഇ എന്ന് പറയുന്ന ചാർജുള്ള ഇലക്ട്രോൺ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ നിൽക്കുകയാണെങ്കിൽ അതിന് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് E/V ആയിരിക്കും. ഞാൻ ചാർജ് നെഗറ്റീവും പോസിറ്റീവും തൽക്കാലം ഞാനിവിടെ മൈൻഡ് ചെയ്യുന്നില്ല. E/V ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റിപ്പൾസീവ് എനർജി E/V. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ½ mv² ആണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജിയേക്കാൾ കൂടുതൽ, അതായത് ½ mv² കൂടുതലാണ് ഈ EV എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇലക്ട്രോൺ അവിടെ വരാൻ പറ്റില്ല. ഇനി കൈനറ്റിക് എനർജിയേക്കാൾ കുറവാണ് EV എന്നുണ്ടെങ്കിലോ, ഇലക്ട്രോൺ അതിനെ കുറച്ചൊക്കെ ഒപ്പോസ് ചെയ്തിട്ട് കുറച്ച് ഇലക്ട്രോണെങ്കിലും എവിടെ എത്തും? ആ മെറ്റൽ റൈറ്റ് സൈഡിലുള്ള മെറ്റൽ പ്ലേറ്റിൽ തട്ടിയിരിക്കുകയും ചെയ്യും. അതായത് ഈ നെഗറ്റീവ്, അതായത് റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നോക്കി ഈ ഗ്രാഫിലേക്ക് നോക്കാം. റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ഇതാണ്. അതായത് നെഗറ്റീവ് ചെറിയ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്താ? കറണ്ട് കുറയും, പക്ഷേ കുറച്ച് ഇലക്ട്രോണെങ്കിലും അവിടെ എത്തും. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്? റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാണ്? കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടി ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ എത്തുമ്പോൾ ആ പൊട്ടൻഷ്യലിനെ തൽക്കാലം നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. തൽക്കാലം നമുക്ക് അതിന് V0 എന്ന് പറയാം. എന്താണെന്ന് പറയാം? ആ V0 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എത്തുമ്പോൾ ആ റിപ്പൾസീവ് എനർജി, അതായത് ഈ V0 എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക, എന്തായത്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വിചാരിക്കുക? ഈ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ½ mv² ഈക്വലൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. അതായത് ½ mv² എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആയിട്ടുള്ള റിപ്പൾസീവ് പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്ന ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുക? V0 എന്ന് പറയുക. അതായത് ½ mv² = EV0 ആണ്. അതായത് നമ്മൾ ചെയ്തു, ആ കൈനറ്റിക് എനർജിക്ക് ഈക്വലായിട്ടുള്ള ഒപ്പോസിങ് പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്തു. അതായത് കുട്ടി വരുമ്പോൾ കുട്ടിയുടെ കൈനറ്റിക് എനർജിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജി തിരിച്ചു കൊടുത്ത് ആ കുട്ടിയെ നമ്മളവിടെ പിടിച്ച് നിർത്തി, അല്ലേ? അതുപോലെ എന്താ സംഭവിക്കുന്നത്? ഈ V0 എന്ന് പറയുന്ന ആ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ മൂലം ½ mv² ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ V0 എന്ന് പറയുന്ന ആ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ എനർജി മൂലം വരുന്ന ഇലക്ട്രോണെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിൻ്റെ പാസേജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? V0. ½ mv² എന്ന് വെച്ചാൽ എന്താ? ഈ V0 ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് ഞാൻ V0 എന്ന് പറയുന്നത്. അപ്പം ബാക്കി എല്ലാ പൊട്ടൻഷ്യലും വെറുതെ V എന്ന് പറഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് V0 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ V0 എന്ന് പറയുന്നത് ½ mv² ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? V0ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇനി ആ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ? I1 I2 I3 ഏത് ഇൻറ്റൻസിറ്റിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്. കാരണം ഒറ്റൊരു V എന്ന് പറയുന്ന ഒറ്റൊരു V0 എന്ന് പറഞ്ഞാൽ ഒറ്റൊരു പോയിന്റിലാണ് ആ ഫോട്ടോ കറണ്ട് എന്താകുന്നത്? 0 ആവുന്നത്, അല്ലേ? അപ്പോൾ വാട്ട് വി ക്യാൻ സേ ദാറ്റ് ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ ഇൻറ്റൻസിറ്റിയെ ആര് ഡിപ്പെൻഡ് ചെയ്യില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറയാം. ചിലപ്പോൾ 1 വേർഡിനായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്.
ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇൻറ്റൻസിറ്റി ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓൺലി. ഇസ്ൻ്റ് ഇറ്റ്? യാ. ഇനി നമ്മൾ ഇപ്പോൾ ഇതിലെന്താണ് ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ ഫ്രീക്വൻസിയിൽ ഇൻറ്റൻസിറ്റി വേരി ചെയ്ത ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചത്. ഇനി നമ്മളെന്താ, നമുക്കിനി ഒരെണ്ണം കൂടി വേരി ചെയ്യണം. എന്താണ്? ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എന്ത് വേരി ചെയ്യിക്കണം? ഫ്രീക്വൻസി വേരി ചെയ്യിക്കണം. അതും കൂടി വേരി ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി കൂടുതൽ ഐഡിയ കിട്ടും. ഇവിടെയും ഇതാണ് നമ്മുടെ അടുത്ത ഇവിടെ എന്താ, വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്, എക്സ് ആക്സിസിൽ എന്താണ്, കളക്ടർ പൊട്ടൻഷ്യലാണ്. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആദ്യം പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരുന്നു. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഒഴുകുന്നു. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു, അതായത് നെഗറ്റീവ് ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. ഇവിടെ ഇൻറ്റൻസിറ്റി സെയിം ആണ്, ഒരേ ഇൻറ്റൻസിറ്റി ഉള്ള 3 ഫ്രീക്വൻസിയിലുള്ള ലൈറ്റാണ് ഞാൻ കടത്തി വിടുന്നത്, ന്യൂ 1, ന്യൂ 2, ന്യൂ 3. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ കളക്ടർ പൊട്ടൻഷ്യൽ എത്ര കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന റൈറ്റ് സൈഡ്, ആ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡൻ്റ് അല്ല? ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡൻ്റ് അല്ല? ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് അല്ല. ഒരു പ്രത്യേക ഫ്രീക്വൻസിയുടെ മുകളിലാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ എമിഷൻ നടക്കുന്ന ഫ്രീക്വൻസിയുടെ മുകളിൽ എന്ത് ഫ്രീക്വൻസി ആണെങ്കിലും ഇൻറ്റൻസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമുക്ക് ആ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എന്താ, ലെഫ്റ്റ് സൈഡിൽ എന്താ, ന്യൂ 1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയുള്ള, ന്യൂ 1 എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും ചെറിയ ഫ്രീക്വൻസി. ന്യൂ 1 എന്ന് പറയുന്ന ഫ്രീക്വൻസി വരുമ്പോൾ, ആ ഒരു ലൈറ്റ് വരുമ്പോൾ ഇജക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോണെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് റിട്ടാർഡിങ് പൊട്ടൻഷ്യലാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ആ ന്യൂ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? -V01 ആണ്. അതായത് ഫസ്റ്റ് 1 V01 എന്ന് കൊടുത്തു. അതുപോലെ അതിനേക്കാൾ കുറച്ച് കൂടിയ ന്യൂ 2 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? -V02 ആണ്. അതുപോലെ ന്യൂ 3 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് മൂലമുണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രോണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? -V03 ആണ്, അല്ലേ? സോ വാട്ട് വി ക്യാൻ സേ ഫ്രം ഹിയർ, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട്? ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് നമുക്കിതെന്ന് പറഞ്ഞൂടെ? അത് തന്നെയല്ലേ നാലാമത്തെ ലോ നമ്മളെന്താ പറഞ്ഞത്? കൈനറ്റിക് എനർജി ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. കൈനറ്റിക് എനർജി എന്താ നമുക്ക് ഇവിടെ അറിയാം, എന്താ? 12mv² എന്താണ്? EV0 ആണ്, അല്ലേ? അതായത് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു V0 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പറഞ്ഞൂടെ? അതായത് നമുക്കെന്ത് പറയാം, കൈനറ്റിക് എനർജി ഡിപ്പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. കാരണം എന്താ? 12mv² EV0, അല്ലേ? 12mv², കൈനറ്റിക് എനർജി ×V0, ദാറ്റ് വി നോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഫ്രം ദിസ് ഗ്രാഫ് വാട്ട് വി ക്യാൻ സേ ദാറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതല്ലെങ്കിൽ തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങനെയും പറയാം, കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ 4 ലോയിലുള്ള 3 ഇൻസ്റ്റൻറ്റാനിയസ് പ്രോസസ് എന്നുള്ളതിന് ഗ്രാഫൊന്നും വേണ്ട. ആ പറഞ്ഞ ബാക്കി 3 ലോയെ നമ്മൾ ഒരു ഗ്രാഫാക്കി പറഞ്ഞു എന്നുള്ളൂ, വേറൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഗ്രാഫ് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അത് പലപ്പോഴും ചോദിക്കാറുള്ള സാധനമാണ്. ഓക്കെ.